നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ വന്നതിന്റെ ഗുണം ഇവിടെ കണ്ടു തുടങ്ങി. എന്നതാ കണ്ടതെന്ന് വിസ്തരിച്ചങ്ങ് പറഞ്ഞോ, ഞങ്ങളും കൂടെ അറിയട്ടെ. പാർവതിയുടെ മനസ്സ് പതിയെ ദേവികയിൽ നിന്ന് വേർപെട്ടു തുടങ്ങി. ശരിയാണോ അച്ഛാ? കഴിഞ്ഞ ദിവസം അമ്മ അച്ഛനോട് മറുപടി പറയുന്നത് കേട്ടപ്പോ എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു. ഇനി നീ മുറുക്ക പിടിച്ചോണം കൊച്ചേ. പാർവതി എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ കൂട്ടണം. പാർവതി 2 ദിവസം അടുപ്പിച്ച് മുഖം വീർപ്പിച്ച 3-ാം ദിവസം ആ ദേവിക പെട്ടിയും കിടക്കി എടുത്ത് വിടുന്ന സ്ഥലം വിട്ടോളൂ. ഒറ്റയടിക്ക് നമ്മുടെ പക്ഷത്തേക്ക് വന്നില്ലെങ്കിലും പതിയെ പതിയെ വന്നോളും. അത്രയ്ക്ക് മാരകക്രിയകളല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും കാണുന്നു അറിയുന്നു ഇല്ലെന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവിടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണ്ട സോമ. ആ ദേവിക പൂതം പോകുന്നതോടെ ഈ വീട്ടിലെ സമാധാനം വരും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. എത്രയും പെട്ടെന്ന് ഞാനത് നടത്തും. പക്ഷേ എല്ലാം മന്ത്രം കൊണ്ട് മാത്രം നടക്കത്തില്ല. ചില തന്ത്രങ്ങളും പ്രയോഗിക്കേണ്ടി വരും. സോമൻ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ അടുത്തുള്ള നിത്യമോളുടെ എടുത്തിയാട്ടവും ദേഷ്യവും ഒക്കെ നിർത്തി സ്നേഹത്തോടെ പെരുമാറും. അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് പാർവതിയെ മോളുടെ കൂടെ കൂട്ടണം. ദേവിയെക്കാളും 10 മടങ്ങ് മോളിലാണ് നിത്യമോളെന്ന് പാർവതിക്ക് തോന്നണം. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ പെട്ടെന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോ അഭിനയിക്കുകയാണെന്ന് തോന്നില്ലേ? അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിൽ അഭിനയിക്കണം. അതെ, അതല്ലേ ആ ഉണ്ടക്കണ്ണി ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്. പാർവതിയാണെങ്കിലേ അല്ലെങ്കിൽ തന്നെ ഒരു പൊട്ടിയ നല്ല ക്ഷമയുള്ളവളുവാ. അതുകൊണ്ടല്ലേ ഇത്രയും നാൾ എന്റെ കൂടെ പിടിച്ചു നിന്നത്. ഇപ്പൊ തന്നെ ഞാൻ ചെന്നൊന്ന് മോളേന്ന് വിളിച്ച അവൾ അലിഞ്ഞുരുകി താഴെ വീഴും. അതുപോലെ നീ അങ്ങ് തഞ്ചത്തി നിന്നാ മതി. അത് ഞാൻ ഏറ്റുമുത്തശ്ശി. ഇപ്പൊ പാർവതി നമ്മുടെ കൂടെ നിന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. ഈ ബ്രഹ്മശ്രീ സോമൻ നടത്തിയിരിക്കും. അത് ശരി, സാറപ്പോ അത്ര റൊമാൻറ്റിക് ആയിരുന്നല്ലേ? അക്ഷര മാഡം ഹാപ്പി ആയി കാണുമല്ലോ. ദേവിക പിന്നെ എന്നെ കുറിച്ച് എന്ത് കരുതി? ഞാൻ താടി വെച്ച ഋഷിശൃംഗനാണെന്നോ? അയ്യോ, ഞാനൊന്നും കരുതിയില്ലേ. അല്ല സാർ, കല്യാണത്തിന് സദ്യ ഉണ്ടോ? ഞാൻ അക്ഷരയ്ക്ക് കൊടുക്കാം. ചോദിച്ചു. ദേവിക, ഞാൻ വീണ്ടും നിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന കാര്യം പറഞ്ഞു. അതിന്റെ സന്തോഷം. ദേവിക. മാഡം വീണ്ടും കല്യാണം കഴിക്കാൻ പോവല്ലേ? അത് പൊളിച്ചു. ജീവിതം പുതിയ ദിശയിലേക്കല്ലേ ദേവികെ? അതുകൊണ്ട് ദേവികയുടെ നിരഞ്ജൻ സാറ് എന്റെ കഴുത്തിൽ ഒന്നും കൂടെ താലി കെട്ടട്ടെ എന്ന് വെച്ചു. ഇങ്ങനെ നല്ല കുട്ടിയായാലല്ലേ എനിക്ക് നിങ്ങളോടൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റൂ. മാഡം ഒന്ന് ചുമ്മാതിരുന്നേ. പ്രായശ്ചിത്തം പോലും വിളിച്ചില്ലെങ്കിലും നിങ്ങളുടെ 2ാം കല്യാണത്തിന് ഞാൻ വരും, അതുറപ്പാ. ഭായു, ചേട്ടന് താലി എടുത്തു കൊടുക്കേണ്ടതും നാത്തുവിന്റെ കഴുത്തില് താലി മുറുക്കേണ്ടതും പെങ്ങളല്ലേ? എനിക്കൊത്തിരി സന്തോഷമായി മാഡം. ഞാനിതൊന്ന് ചൂടാറുന്നതിന് മുൻപ് അച്ഛനോടും അമ്മയോടും പറയട്ടെ. ശരി. എന്നാ പിന്നെ നമുക്കങ്ങ് കെട്ടാം അല്ലേ ഭാര്യ? സദ്യക്ക് ഇലയിൽ ഉപ്പ് വിളമ്പാൻ നമ്മുടെ മോളും.
ഇത് അക്ഷാംശം, ഇത് രേഖാംശം, ദേ, ഇത് മധ്യാംശം. ഭൂമധ്യരേഖ തൊട്ടുള്ള കളിയാ. ചിറ്റപ്പൻ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല. എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും ഈ ഭൂമുഖത്തില്ല. അറിയാൻ വയ്യാത്ത പോലീസ് സ്റ്റേഷനും. മനോഹരേട്ട, ചിറ്റപ്പൻ എന്തോ കാര്യം പറയാൻ തുടങ്ങല്ലേ, അത് പറയട്ടെ. മനോഹര, എന്തോ ചില വിശേഷ വാർത്തകൾ വരാനുണ്ട്. അതാണ് എന്റെ ശംഖുമോൻ എന്നോട് പറയുന്നത്. അയ്യോ, ശങ്കിപ്പം മോനായോ? അത് കൊള്ളാലോ. നമ്മൾ എന്തിനായാലും സ്നേഹിക്കണം, എങ്കിലേ അത് നമ്മുടെ കൂടെ നടക്കത്തുള്ളൂ. അത് ശരിയാ. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങള് എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. അച്ഛാ, ആ അല്ലെങ്കിൽ വേണ്ട, ഞാൻ പിന്നെ പറയാച്ചാ. ആ, മോള് പറ. ആ, എന്തിനാ മടിക്കുന്നേ? അച്ഛാ, അത് നിരഞ്ജൻ സാർ വീണ്ടും കല്യാണം കഴിക്കാൻ പോവാ. അപ്പോ അയാൾ അക്ഷര മാഡത്തെ ഉപേക്ഷിച്ചു? നീ സന്തോഷിക്കാൻ വരട്ടെ. ആരും ആരെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. നിരഞ്ജൻ സാറ് അക്ഷര മാഡത്തിന്റെ കഴുത്തിൽ ഒന്നുകൂടി താലി കെട്ടുന്നാ പറഞ്ഞേ. ഏറ്റവും അടുത്ത ദിവസം തന്നെ. ഇതെന്തൊരു മുതുകൂത്ത്. അപ്പൊ വാലായി നടന്നവർക്ക് ഫ്രീ ആയിട്ടൊരു സദ്യ കിട്ടും. അതെ, നിങ്ങളാരും ഇതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്താ മോളെ നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞത്? എന്നാലും ഇപ്പോ എന്താ ഇങ്ങനൊരു താലികെട്ട്? എന്തെങ്കിലും വിശ്വാസത്തിന്റെ പേരിലാണോ? അതൊന്നും എനിക്കറിയത്തില്ല അമ്മേ. എന്തായാലും അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അമ്മേ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച കുറുക്കന്മാരെല്ലാം ഓരോരോ വഴിക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് അവര് വീണ്ടും സന്തോഷമായിട്ട് ജീവിച്ചു തുടങ്ങാൻ പോവാ. ഹൽദി വല്ലതും കാണൂ രണ്ടാം കല്യാണത്തിന്? അതെ, ഹൽദി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ആ, എന്തിനാ ശരത്ത് മോനെ? ഹൽദിക്കിടയിലേക്ക് വേറെ ഏതെങ്കിലും പെണ്ണ് ഓടിക്കേറി വരുമോ നോക്കാനാണോ? നിരഞ്ജൻ സാറിന്റെ ഭാര്യയാണെന്നും കൊച്ചു വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞു. വേറെ പെണ്ണ് വന്നില്ലെങ്കിലും ഉള്ള കൊച്ചിന്റെ ഒറിജിനൽ തന്ത വരുമായിരിക്കും. ശരത്തെ, നിരഞ്ജൻ സാറിനെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. ആരെങ്കിലും ഇരിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ നോക്കത്തില്ല. മറുപടി നിനക്ക് തരേണ്ട രീതി ഞാൻ തരും. അവര് കല്യാണം കഴിക്കുന്നതിന് നിങ്ങൾ എന്തിനാ എന്നോട് തുള്ളുന്നേ? ഞാൻ ആരോടും തുള്ളുന്നില്ലല്ലോ. നിനക്ക് നിരഞ്ജൻ സാറിനെ പരിഹസിക്കാൻ എന്ത് യോഗ്യതയുള്ളത്?